എറണാകുളത്തിന്റെ വോട്ട് പെട്ടിയിൽ എന്താണ്? എറണാകുളത്ത് പോളിംഗിന് ശേഷം വ്യക്തമാകുന്ന ചിത്രം എന്താണ്? സിറ്റിംഗ് എം പി കൂടിയായ UDFന്റെ ഹൈബി ഈഡനും LDFന്റെ KJ ഷൈനും തമ്മിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാന മത്സരമുണ്ടായത്. ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. 2020ക്കും എറണാകുളത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ആന്റണി ജൂഡാണ് മത്സരിച്ചത്. ഇനി കഴിഞ്ഞ തവണത്തെ 2019 ജില്ലയിലെ കണക്കുകൾ നമുക്കൊന്ന് നോക്കണം. 2019 UDFന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ 1,69,053 വോട്ടുകളുടെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് എറണാകുളത്ത് ജയിച്ചത്. 2019 വോട്ട് ചെയ്തത് ഏകദേശം 9,67,000 പേരാണ്. ഹൈബിക്ക് അന്ന് 4,91,263 വോട്ടുകൾ നേടാനായി. LDFന്റെ P രാജീവ് മത്സരിച്ചപ്പോൾ 3,22,210 വോട്ടാണ് കിട്ടിയത്. NDAയുടെ അൽഫോൺസ് കണ്ണന്താനത്തിന് 1,37,749 വോട്ടുകളും ലഭിച്ചു. ഇത്തവണ ഈ പ്രതീക്ഷയുണ്ടോ UDFന് എന്നതാണ് ചോദ്യം. സംസ്ഥാനത്തൊട്ടാകെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് എറണാകുളത്തും പ്രകടമായിട്ടുണ്ട്. UDFന്റെ ഉരുക്കുകോട്ട എന്ന വിശേഷണമുള്ള എറണാകുളത്ത് 2019 9% പോളിംഗിൽ ഇടിവ് ഉണ്ടായിരിക്കുന്നത്. 77.64% 2019 പോൾ ചെയ്ത വോട്ടുകളെങ്കിൽ ഇത്തവണ അത് 68.27% കുറഞ്ഞിരിക്കുന്നു. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ എറണാകുളം നിയോജക മണ്ഡലത്തിൽ തന്നെ. എറണാകുളം നിയോജക മണ്ഡലത്തിൽ പോളിംഗ് 10% കുറയുകയും ചെയ്തു. എന്താണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് കുറയാനുള്ള കാരണം? ഇനി നഗരത്തിൽ താമസിക്കുന്നവരാണ്, വലിയ കനത്ത ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ മടിച്ചതാണോ എന്നുള്ള ചർച്ചകളെല്ലാം കടക്കുന്നുണ്ട്. പക്ഷേ ശക്തി കേന്ദ്രത്തിൽ തന്നെ പോളിംഗ് കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് UDFനെ ചിന്തിപ്പിക്കുന്ന ഘടകമാകും എന്നുള്ളതിൽ തർക്കമില്ല. അത് തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഏതായാലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പോളിംഗിന് ശേഷമുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. എന്താണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്? ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് കോൺഗ്രസിനോ UDFനോ ബാധിക്കില്ല എന്ന് ഉറച്ചു പറയുന്നു, പ്രതീക്ഷയോടെ പറയുന്നു ഹൈബി ഈഡൻ. വോട്ടിംഗ് കുറഞ്ഞതിന് കാലാവസ്ഥ അടക്കമുള്ള കാരണങ്ങളുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് വോട്ടിംഗ് വൈകിച്ചു എന്ന് പറയുന്നു. LDFന്റെ വോട്ടുകളും കൃത്യമായി പോൾ ചെയ്തിട്ടില്ല എന്നും ഹൈബി പറഞ്ഞിരുന്നു. ഹൈബിയുടെ വാക്കുകളിലേക്ക് ആദ്യം. ഇത് കോൺഗ്രസിന്റെയോ UDFന്റെയോ വിജയത്തെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഏറ്റവും മികച്ച വിജയം എറണാകുളത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതിലൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. പോൾ ചെയ്യാത്ത വോട്ടുകളെ സംബന്ധിച്ച് 2-3 തരത്തിലുള്ള അനാലിസിസ് ആണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒന്ന്, മരണപ്പെട്ട കുറേയധികം ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. 2, കുറേയധികം ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് പോയിട്ടുണ്ട്. അവർ വോട്ടർ പട്ടികയിൽ ഉണ്ട്. അവർ വോട്ട് ചെയ്യാൻ ന്യൂ വോട്ടേഴ്സിന്റെ ടേൺ ഔട്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അനാലിസിസ് ആണ്. ഏതായാലും LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് EP വിഷയം തന്നെയാണ്. അതൊന്നും എറണാകുളം മണ്ഡലത്തിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. KJ ഷൈൻ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയമാണ് എറണാകുളത്ത് ചർച്ചയായതെന്ന് KJ ഷൈൻ പറയുന്നു. പാർട്ടി തനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പറയുന്ന KJ ഷൈൻ പറവൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമാണെന്നുള്ള അവകാശവാദവും ഉന്നയിക്കുന്നു. ഇലക്ഷനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ലോക്സഭ ഇലക്ഷന് മുഖ്യമായും എല്ലാവരും പ്രചരിപ്പിച്ചത്, എല്ലാവരും സംസാരിച്ചത്. കാരണം അത് തന്നെയാണ് 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിന് മുകളിൽ വേറൊരു കാരണവും ആര് പറഞ്ഞാലും ഏൽക്കില്ല. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആളുകൾ ആശങ്കയോടുകൂടി ഇതിനെല്ലാം ഓവർകം ചെയ്ത് വന്നവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രധാന മത്സരം UDFും LDFും തമ്മിലാണെങ്കിലും BJP വോട്ട് കൂട്ടിയ മണ്ഡലമാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അനുകൂലമാകുന്ന രീതിയിലായിരിക്കും ഫലം എന്നുള്ള പ്രതീക്ഷ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനും പ്രകടമാക്കുന്നു. BJPയുടെ വോട്ട് ചോർന്നിട്ടില്ല, അങ്ങനെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഒപ്പം എടുത്തു പറയുന്നു, മോദി ഫാക്ടറിന്റെ ഫലം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്ന്. ആ വാക്കുകളിലേക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എല്ലായിടത്തും കഠിനമായി പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യമായി എനിക്ക് തോന്നിയത്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ചിട്ട് മിക്കവാറും എല്ലാ ബൂത്തുകളിലും തന്നെ അകത്തും പുറത്തും ബൂത്ത് കെട്ടി അയാളിരിക്കാനുണ്ടായിരുന്നു. മുമ്പ് നിങ്ങൾക്കറിയാം BJPയിലേക്ക് അങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അത്ര സ്ട്രോങ് ആയ രീതിയിലുള്ള ഒരു അടിത്തറയിൽ ജോലി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഫലം ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നു. പിന്നെ 9.5% വോട്ടിൽ ഈ നിയോജക മണ്ഡലത്തിൽ കുറവ് വന്നിരിക്കുന്നു. ഈ പ്രാവശ്യം ഈ 3 ഘടകങ്ങളുടെയും അഭാവമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പെർസെൻറ്റേജ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറയാൻ കാണുന്നത്. പക്ഷെ ഇതൊരു നോർമൽ ഇലക്ഷനാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഇവിടെ എല്ലായിടത്തും ആ നോർമൽ രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങളെ ബാധിച്ചിട്ടേയില്ല എന്ന് പ്രകടമാക്കുന്നു. പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു 3 മുന്നണികളും. യഥാർത്ഥത്തിൽ എന്താണ്, ഏത് തരത്തിലുള്ള ആശങ്കയാണുള്ളതെന്നുള്ള പാർട്ടിയുടെ ഉള്ളറകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയും. ഏതായാലും വിശകലനങ്ങളുമായിട്ട് നവമി ദിനേശൻ നമ്മളുടെ പ്രതിനിധി കൂടി എറണാകുളത്ത് നിന്ന് ചേരുകയാണ്. നവമി, UDF ഉറച്ച എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലമാണ് എറണാകുളം. അതേസമയം മാറ്റം വരുത്തുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുകയായിരുന്നു ഇടതുപക്ഷം. വോട്ട് വിഹിതം കൂട്ടുമെന്ന് NDA അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തിരിക്കുന്നു. എന്ത് കണക്ക് കൂട്ടലിലാണ് പാർട്ടികൾ ഈ പോളിംഗിന് ശേഷം? അപർണ, കോൺഗ്രസിനെ നെഞ്ചിലേറ്റുന്ന മണ്ഡലം എന്ന പേരിലല്ലാതെ മറ്റൊരു വിശേഷണവും ചേരാത്ത മണ്ഡലമാണ് എറണാകുളം. ഇതുവരെ നടന്ന 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ 3 തവണ ഒഴികെ 14 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് എറണാകുളം പാർലമെന്റിലേക്ക് അയച്ചത്. ഇതിനിടയിൽ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും മാറി ചിന്തിക്കാൻ എറണാകുളത്തുകാർ തയ്യാറായിട്ടുമില്ല. കടുത്ത UDF കോൺഗ്രസ് വിരുദ്ധ വികാരം ആഞ്ഞടിച്ച സമയത്തും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും ഗ്രൂപ്പ് കളികളുമാണ് മണ്ഡലം കൈവിട്ടുപോയ ചുരുക്കം ചില സമയങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നപ്പോഴെല്ലാം വൻ ഭൂരിപക്ഷം നൽകിയാണ് എറണാകുളത്തുകാർ അവരെ ജയിപ്പിച്ചു വിട്ടത്. അടിയൊഴുക്കുകളോ അട്ടിമറികളോ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് എറണാകുളം ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഇത്തവണ UDF-നായി ഹൈബി ഈഡൻ, LDF-നായി KJ ഷൈൻ, NDA-ക്കായി KS രാധാകൃഷ്ണൻ, ഒപ്പം 2020-ക്കായി ആന്റണി ജൂഡി എന്നിവരായിരുന്നു സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ദിവസം മുതൽ ഏകദേശം 1.5 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിൽ 4 മുന്നണികളുടെയും പ്രചാരണം ശക്തമായി തന്നെ തുടർന്നു. വ്യക്തിഹത്യകളൊന്നും തന്നെ ഇല്ലാതെ വികസനം മാത്രം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണം മാത്രമായിരുന്നു തുടക്കം മുതൽ എറണാകുളത്ത് കണ്ടത്. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈബി വോട്ട് തേടിയത്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനങ്ങളും കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ 1000 കോടിയുടെ പദ്ധതികളുമൊക്കെ നേട്ടമായി തന്നെയാണ് ഹൈബി ഉയർത്തിക്കാട്ടുന്നത്. സമുദായ സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് എറണാകുളം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾക്ക് കൃത്യമായ സ്വാധീനമുണ്ടെങ്കിലും നിർണായക ശക്തി ജനസംഖ്യയുടെ 53% വരുന്ന ക്രൈസ്തവരാണ്. അതിൽ 45% വരുന്ന ലത്തീൻ സമുദായ വോട്ടർമാരാണ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുക. അതുകൊണ്ട് തന്നെയാണ് ലത്തീൻ സഭാ അംഗവും ടീച്ചറുമായ അധ്യാപികയുമായ KJ ഷൈനെ LDF നിർത്തിയത്. മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. അതുകൊണ്ട് ആ വോട്ടെല്ലാം പെട്ടിയിലാക്കി എന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയുള്ളത്. തൃപ്പൂണിത്തറയിലും പറവൂരിലും വ്യക്തമായിട്ടുള്ള സ്വാധീനമുള്ള BJP ഇത്തവണ 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ലഭിക്കണമെന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് KS രാധാകൃഷ്ണനെ രംഗത്തിറക്കുകയും ചെയ്തത്. മണ്ഡലം പിടിച്ചു ഞെട്ടിക്കാമെന്ന പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും നവമി ദിനേശ്, ഏതായാലും ഇതിനകത്ത് വളരെ വ്യക്തി പ്രഭാവം കൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ള ഒരു നേതാവ് കൂടിയാണ് ഹൈബി ഈഡൻ. ആ പ്രതീക്ഷ UDF-നും കോൺഗ്രസിനുമുണ്ട്. അത് ഏത് തരത്തിൽ തുണയ്ക്കുമെന്ന് പറയുമ്പോഴും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു. അതേസമയം പറവൂർ പോലെ ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള കൂടുതൽ അങ്ങനെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ശതമാനം കൂടിയത് LDF-ന് അനുകൂലമായി വരികയും ചെയ്യുന്നു. ലത്തീൻ സമുദായത്തിൽപ്പെട്ടവരാണ് 2 സ്ഥാനാർത്ഥികളും ഇടത് വലത് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് കൊണ്ട് ഈ വോട്ടുകൾ ആർക്കൊപ്പമായിരിക്കും നിൽക്കുക, ഈ സഭ ആർക്കൊപ്പമായിരിക്കും, സഭാ വോട്ടുകൾ ആർക്കൊപ്പമായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ BJP വോട്ട് വിഹിതം കൂട്ടിയാൽ ഉണ്ടാകുന്ന ചിത്രം എന്താകുമെന്നുള്ളതല്ല. വിശകലനങ്ങളുമായി ഏത് തരത്തിലുള്ള ഒരു പൾസാണ്, ഏതെങ്കിലും തരത്തിലൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയായി നമുക്കൊപ്പം ചേരും മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി ഇടവേളയ്ക്ക് ശേഷം. നേതാവ് സന്ദീപ്